ശ്രീനിജൻ സാറ് ഞങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. ഒരു വൺ മാൻ ഷോ മാത്രം കാണിച്ചു ശരിക്കും. അതായത് ഞങ്ങളെ നാട്ടിലും ഉള്ള ഇതാണ്. അപ്പം അങ്ങോട്ട് വരാമല്ലോ, ഒരു വീട്ടിലേക്ക് വരാം, ഞങ്ങളുടെ വീട്ടിലേക്കും വരാം, സംസാരിക്കാം, അതെന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണെന്ന് ചെയ്യാമല്ലോ. ഒരു ഇതിൽ അത് പുള്ളി വന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേറൊരു തലത്തിൽ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നമുക്കും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു 3-4 റൗണ്ട് നമുക്ക് ചർച്ച നടന്നു. ഏതായാലും ആ ചർച്ചകളുടെ പേരിൽ അവസാനം നമ്മൾ ഒരു എന്താ പറയുക, ആക്ച്വലി ഇപ്പോൾ എതിർഭാഗത്തിന് ഞങ്ങൾ ഒരു 23 സെന്റ് സ്ഥലം ഞങ്ങൾ നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ പോലും നമുക്ക് ഒരു അവരെ ബുദ്ധിമുട്ടിക്കണമെന്നോ ഒന്നും ഒരു ചിന്തയുള്ള ആൾക്കാരല്ല ഞങ്ങൾ. അപ്പോൾ ഒരു മാനുഷിക പരിഗണനയുടെ പേരിലാണ് ഞങ്ങളായാലും ഗവൺമെന്റിന്റെ ചർച്ചയുടെ ഒടുവിൽ ഗവൺമെന്റ് പറഞ്ഞ പല കാര്യങ്ങൾ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ മാറിയിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒരു കോടതിയുടെ നിയമത്തിനനുസരിച്ച് ഞങ്ങൾ അവർക്ക് വസ്തു കൊടുക്കേണ്ടതില്ല. തീർച്ചയായിട്ടും അവർ കോടതി നിയമങ്ങളനുസരിച്ച് മാറേണ്ടതാണ്. എങ്കിലും ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാനുഷിക പരിഗണന എന്നുള്ളൊരു ഫാക്ടർ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും ചേർത്ത് ഒരു കൂട്ടായ ഡിസിഷൻ എടുത്തിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ ഞങ്ങൾ ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും മൊത്തത്തിലൊരു എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ, നമുക്കതിനാൽ സന്തോഷമേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചാണ് അവിടെ ചിന്തിച്ചത്. താങ്ക് യു. ഇതില് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ഇവിടുത്തെ ഞങ്ങളുടെ MLA ആണ്, സജീന്ദ്ര സാറാണ്. നിത്യേന ഞങ്ങളെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. നമുക്ക് കൊടുക്കണം, ഒരു മാനുഷിക പരിഗണന കാണിക്കണം, നമ്മൾ നാടാണ് എന്ന് പറഞ്ഞു. അതുപോലെ റോജി സാറും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കളക്ടർ എല്ലാവരും ഒരു കുടുംബം പോലെ ഞങ്ങളോട് സഹകരിക്കുകയും എല്ലാം ചെയ്തു. ഒരിക്കലും ഇത് നേരത്തെ തീരേണ്ട കേസാണിത്. ശരിക്കും ഈ ശ്രീനിജൻ സാറൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കേസ് അത് ഉണ്ടായുള്ളൂ. പക്ഷെ പുള്ളി അത് വേറൊരു രീതിയിലേക്ക് പോയി. അത് ശരിക്കും തീരേണ്ട കേസാണ്. അത് റോയി സാറിനൊന്ന് മനസ്സിലായി, തീരും എന്ന് പുള്ളിക്ക് അത് മനസ്സിലായിരുന്നു ആദ്യം തന്നെ. പിന്നെ എല്ലാം ദൈവാധീനം കൊണ്ട് സംഭവം ഇവിടെ തീർന്നു. ഞങ്ങൾക്ക് ആരോടും ഒരു എതിർപ്പോ ഇതോ ഒന്നുമില്ല. സന്തോഷമായിട്ടാണ് അവർക്ക് കൊടുത്തതും എല്ലാം. അങ്ങനെ ശ്രീനിജൻ സാറ് ഞങ്ങളോടൊന്ന് ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. ഒരു വൺ മാൻ ഷോ മാത്രം കാണിച്ചു ശരിക്കും. അതായത് ഞങ്ങളെ നാട്ടിലും ഉള്ള ഇതാണ്. അപ്പം അങ്ങോട്ട് വരാമല്ലോ, ഒരു വീട്ടിലേക്ക് വരാം, ഞങ്ങളുടെ വീട്ടിലേക്കും വരാം, സംസാരിക്കാം, അതെന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്താണെന്ന് ചെയ്യാമല്ലോ. ഒരു ഇതിൽ അത് പുള്ളി വന്നില്ല. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മുടെ ഹൈക്കോടതിയിലേക്ക് വിധി വന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 3 വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവം തീർന്നേരായിരുന്നു. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഒരു സൈഡ് മാത്രം കേൾക്കുക, ഒരു സൈഡിന് കാര്യങ്ങൾക്ക് മാത്രം അവർക്ക് വേണ്ടി ഒരു ഭാഗത്തിന് മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു നിലയിൽ വന്നുകൊണ്ടാണ്. കാരണം ഞങ്ങളുടെ ഭാഗത്തുകൂടെ നിന്ന് ചിന്തിക്കുകയും ഇപ്പോഴത്തെ നിലയിലുള്ള ഗവൺമെന്റ് ചിന്തിച്ച പോലെ ഇപ്പോൾ ഒരു 2 ഭാഗത്തും ഡിസ്കസ് ചെയ്യുകയും 2 ഭാഗത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചൊരു സംസാരത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒരു 3 വർഷം മുമ്പ് തന്നെ ഈ പ്രശ്നം തീരുകയും നിലവിലുള്ള കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു മുന്നേ തന്നെ നീതി കിട്ടുകയും അവർക്ക് ഇത്രയും ഒരു മാനസിക സംഘർഷത്തിലേക്ക് അവർ പോവുകയും ചെയ്യില്ലായിരുന്നു. കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും നിലവിലുള്ള ആ കുടുംബങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ 3 വർഷം അവര് ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ 3-14 പ്രാവശ്യം എക്സിക്യൂഷന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. തീർച്ചയായിട്ടും അവരൊരു ഞങ്ങളുടെ എതിർകക്ഷിയാണെങ്കിൽ പോലും ആ ഒരു മാനുഷിക ചിന്ത ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെങ്കിലും ഓക്കെ, എന്തൊക്കെയായാലും കാര്യങ്ങൾ തീർന്നല്ലോ, നല്ലതാവട്ടെ, കുഴപ്പമില്ല.